എന്നാണ്ട് ആഹാ എന്നാ പറയാനാടോ പോയി അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. 2 ചായടെ. ആ അതാരാടാ പുതിയൊരാള്? ഒന്നും പറയണ്ട, ഒരു വഴിപോക്കം കയറിയതാണ്. അവന് തിന്നാനും കുടിക്കാനും വല്ല വേണോ ചോദിക്കും. അണ്ണൻ കണ്ടേയില്ലേ, നല്ല ഉറക്കത്തില്ല. ഞാൻ 1-2 തവണ തട്ടിമുട്ടി നോക്കി, ഒരു രക്ഷയില്ല. എന്തൊരു ജന്മോടോ. എനിക്കറിഞ്ഞൂടെ. ഒച്ചുണ്ടാന്ന് നോക്കണം. കഴിച്ചിട്ട് തുപ്പുന്നില്ല നല്ലതല്ലേ. ആശാന സ്ഥലം എത്തുന്നതോറും പേടി കൂടിക്കൂടി വരിക. എടാ അവൻ തട്ടൂന്ന് പറഞ്ഞതേ പട്ടിയും പൂച്ചയൊന്നും അല്ല, ആളിനെയാ. തട്ടിയാൽ നിസ്സാര കാര്യമല്ല, കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അവിടെ നിന്ന് ഇതുവരെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ല. ഇനിയും നമ്മുടെ വണ്ടിയിൽ മുമ്പ് ഒരുത്തനും ചാടാൻ പോകുന്നില്ല. ആശാൻ ധൈര്യമായിട്ടിരിക്കും. പോട്ടെ, സാരില്ല കേട്ടോ. ഡാഡി എപ്പോഴത്തെ ദേശത്ത് പറഞ്ഞല്ലേ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എൻ്റെ നമ്പർ കൊടുത്താൽ മതി. യാ താങ്ക്സ്, ബൈ. എന്തായി മോളെന്തി? അവളകത്താ ചേച്ചിയുടെ ഉണ്ട്. നമ്മുടെ കാര്യം എന്തായി? സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണമെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ശബ്ദ ഡോക്ടറെ വിളിച്ചു. ഡ്രൈവർ വണ്ടി വിടാന്നാ പറഞ്ഞ, പക്ഷെ വണ്ടിക്ക് വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. അയ്യോ, സോ വാട്ട് ഡു വി ഡു? എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? 2 ചോയ്സ് ഉണ്ട്. ഒന്നിലൊരു ടാക്സി എടുത്ത് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ ഡോക്ടറുടെ വണ്ടി വരുന്നവരെ ഇവിടെയൊക്കെ തന്നെ നിൽക്കണം. സാറേ, ടാക്സി ഇവിടെ കിട്ടൂല, ടൗണിൽ പോകണം. അത് ടാക്സി ഇവിടെ ഓടി വരണമെങ്കിൽ 2 മണിക്കൂർ കഴിയും. ഞാൻ പറയുന്നത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നേരം വിളിക്കും. അതൊരു ഇവിടെ നിൽക്കണല്ലേ നല്ലത്. അല്ല, ഞാൻ പറയുന്ന ഞങ്ങൾ വേണേൽ റൂം എടുക്കാം, ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യാൻ പറ്റും. കുഗ്രാമമാണ്, ഇവിടെ ഓട്ടോയൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നേരം പുലരുന്നവരെ സമയം നിലനിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ എവിടെയുണ്ട്? എന്റെ എവിടെയാണ് സാറേ. സാർ അങ്ങോട്ട് വാ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇല്ലെന്ന് ഒരു ബുദ്ധിമുട്ടില്ല. കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് പോവാം. വരൂ. വാട്ട്സ് യാ, അങ്ങോട്ട് പോ സാർ. സോറിയുടെ കണ്ണ. പോട്ടെ കേട്ടോ, ടേക്ക് ബാക്ക്. ഇവനിപ്പോ ഉറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എങ്ങനെയാലും ഒരു 4 മണിക്കൂർ കൂടുതലായി കാണും. എനിക്കാണെങ്കിൽ തോട് കഴിച്ചിട്ട് പാടില്ല. എടാ അനക്കല്ലേ, നീ തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നാ മതി. ഇവൻ ഉറങ്ങുന്ന ഒരു കണക്കിന് സമാധാനം. വരാറായിട്ടാ. ഹലോ. ഇല്ല, എനിക്ക് ഒട്ടും റേഞ്ച് ഇല്ലാത്തടത്താണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ബ്രേക്കിംഗ്. ഹലോ. നോ വാട്സപ്പ് കിട്ടില്ല, എനിക്ക് തീരെ നെറ്റ്വർക്ക് ഇല്ല. ഞാൻ തീരെ റേഞ്ച് ഇല്ലാത്ത ഒരിടത്താണ്. ഹലോ, ലെറ്റ് മീ സീ. ഞാൻ ഐ എം ജസ്റ്റ് വാക്കിംഗ്. എവിടെയെങ്കിലും നെറ്റ്വർക്ക് കിട്ടുമോ നോക്കട്ടെ. ഹോൾഡ്. ഹലോ, ക്യാൻ യു ഹിയർ മീ നൗ? കേക്കാവോ? ഹലോ. ഇല്ല, കേക്കാവോ? നോ ഐ വിൽ ബി ദേർ ഓൺലി ഇൻ ദ മോർണിംഗ്. ഒന്ന് വരൂ. ഓനെ കണ്ട ഡോക്ടറെ, ഓനെ കണ്ട. വഴിയൊന്നും തെറ്റിപ്പോയി, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എന്റെ മകനെ കണ്ടുപിടിച്ചു തരാൻ പറ്റൂ? ഇന്നലെ എന്നെ കാണാൻ വന്ന ആളല്ലേ?
അവനെ കണ്ടുപിടിച്ച് തരാതെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. അമീർ, എനിക്ക് പേടിയാവുന്നു. നമ്മൾ പിടിക്കപ്പെടുമോ? ഏഞ്ചൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ ആരും കാണില്ല. ഇതാണ് ഞാനെന്ന് പറഞ്ഞ കൊച്ചു മാജിക്. ഇപ്പൊ ഏഞ്ചൽ നിൽക്കുന്നതേ എന്റെ സ്വപ്നത്തിന്റെ ഉള്ളിലാ. ഇവിടെ നമ്മൾ മനസ്സ് വെക്കാതെ വേറെ ആരും വരില്ല. ശരിക്കും? ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാ. ഇവിടെ വേറെ ആരുണ്ടല്ലോ. ഞാൻ ഏഞ്ചൽ എടുത്ത് പറഞ്ഞ കാര്യങ്ങള് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? സത്യം പറ ഏഞ്ചൽ. Mahesh, get up. Mahesh, സാറേ, say something. മഹേഷ്, നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരുമിച്ചല്ലേ കിടന്നേ? പിന്നെ എങ്ങനെ ഇവിടെ എത്തിയേ? ആർ യു ഓക്കെ മഹേഷ്? സേ സംതിങ്. ഒരു ലോറി ഇന്നലെ രാത്രി ഒരു ലോറിയെ അടിച്ചിട്ടു. ലോറിയോ? ഇവിടെയോ? വണ്ടി വന്ന വണ്ടിയൊക്കെ വന്നു. നീ മോളെ വിളിക്ക്. We have to move from here. Mahesh, are you really okay? Yeah, I'm okay. ശ്വേത, വാട്ട് ഹാപ്പൻ? എന്താ സംഭവിച്ചത്? എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല മാം. ഇന്ന് രാവിലെ തൊട്ട് മഹേഷിനെ കാണുന്നുണ്ടായില്ല. മാം അയച്ച ഡ്രൈവർ 8 മണിയാവും വരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചൊരു മോർണിംഗ് വാക്കിന് പോയതായിരിക്കും. പക്ഷെ അടുത്തുള്ളൊരു വില്ലേജറാണ് പറഞ്ഞത് നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ മഹേഷിനെ അൺകോൺഷ്യസ് ആയിട്ട് കണ്ടുവന്നു. എന്നിട്ട് ഐ തിങ്ക് ഹി ഹാഡ് എ പാനിക് അറ്റാക്ക്. പക്ഷെ ബോധം വന്നപ്പോൾ മഹേഷ് പറയുന്ന ഇന്നലെ രാത്രി പുറത്തിറങ്ങിയപ്പോൾ മഹേഷിനെ ഏതോ ലോറി അടിച്ചിട്ടുന്നാണ്. ലോറിയോ? എന്നിട്ട് മഹേഷിന് എന്തെങ്കിലും ഇഞ്ചുറീസ്? നോ, ഹീസ് ഓക്കെ ഫിസിക്കലി. പക്ഷെ മഹേഷ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല. ഇന്നലെ ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് എപ്പോഴും ഒരു ഡിസോറിയന്റേഷൻ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ മഹേഷിനെ ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു പേഷ്യന്റിനെ അവിടെയും വെച്ച് കണ്ടു എന്നാ മഹേഷ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? എന്നിട്ട് മഹേഷ് എവിടെ? മഹേഷ് എന്തോ പെട്ടെന്ന് ഡോക്ടർ ജെന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. ഡോക്ടർ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഞാൻ ഒന്ന് പോയി കാണട്ടെ. യു റിലാക്സ്, ഡോണ്ട് വറി. മോളെവിടെ തനു? വരുന്ന വഴിക്ക് അവൾ എന്റെ വീട്ടിലാക്കി. ആ, അതെന്തായാലും നന്നായി. ഞാൻ പോയി മഹേഷിനെ കണ്ടിട്ട് വരാം. ഡോണ്ട് വറി. ആ എത്തിയാ? എന്തായി? വണ്ടിയൊക്കെ ശരിയായോ? യാ ഡോക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്ത് പറ്റി ഡോക്ടർ? ഡേ ബിഫോർ യെസ്റ്റർഡേ ഡോക്ടറിനെ കാണാൻ എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ വന്നില്ലേ? OT4 വേക്കൻ്റ് ആണെന്ന് പറയാൻ. ഡോക്ടർ രമേഷിന്റെ ലീവിന്റെ കാര്യം പറയാൻ. എക്സാക്ട്ലി. അത് പറയാൻ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറുമ്പോൾ ഒരു പേഷ്യൻ്റ് എന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. മേ ബി ഇൻ ഹിസ് ലേറ്റ് 70s വിത്ത് എ ലോങ് ബിയർഡ്. ഡു യു റിമെമ്പർ? ഞാൻ അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അതുപോലെ ഞാൻ റൂമിൽ വന്നപ്പോൾ യു ആർ സ്ലീപ്പിംഗ് ഇൻ യുവർ ചെയർ. വാട്ട്? ഡോക്ടറെ, ഡോക്ടർ. ശരി ഡോക്ടർ. അല്ല ഡോക്ടറെ, അങ്ങനെ ഒരു പേഷ്യന്റിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഡെസ്ക് ചോദിച്ചാൽ പോരെ? അങ്ങനെ ഒരു രജിസ്ട്രേഷൻ റെക്കോർഡ്സിലില്ല. എനിവേസ്, താങ്ക് യു. ഏയ് മഹേഷ്, എന്തൊക്കെയാ കേൾക്കുന്നത്? ആളെ പേടിപ്പിക്കുകയാണോ? ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ യു ഡോക്ടർ. പറഞ്ഞാലും അതിനൊക്കെ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംതിങ് ഈസ് ഹാപ്പനിങ് ടു മീ. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഗിവ് മീ സം ടൈം. ഐ വിൽ ടെൽ യു.